ഉപ്പ അർജന്റീന ഫാനാ, കട്ട അർജന്റീന ഫാനാ. നമ്മളെ പണ്ടത്തെ ഒരു അർജന്റീന ആ ഒരു കളി കണ്ട അങ്ങനെ ആയത്. ഇപ്പത്തെ നമ്മളിപ്പോ മെസ്സിന്റെ കളി കണ്ടോണ്ട് മാത്രല്ല, നമ്മളാ പഴയ കാലത്തെ ആ ക്രെസ്പോ, റിക്കൽമി, ടെവസ് അയാളെയൊക്കെ കളിക്കുന്ന ടൈമിലുള്ള ആ ഒരു അർജന്റീനയോടുള്ള ഒരു മുഹബത്താണ്. അതങ്ങനെ പെട്ടെന്ന് ബ്രസീലുകാരെ പോലെ കുറെ കപ്പ് കണ്ടിട്ട് കൂടിയതല്ല, പങ്കെടുക്കാൻ കൂടിയതല്ലേ. പക്ഷെ കിട്ടണതൊക്കെ ട്രോഫിയാ. ഇപ്പൊ ഓൾറെഡി ആര് കപ്പെടുക്കും? 90% അർജന്റീന കപ്പെടുക്കാനാണ് സാധ്യത. കാരണം എന്താ വെച്ചാല് ഇപ്രാവശ്യം പോർച്ചുഗലിന് ഭയങ്കര സാധ്യത ടീമായിരുന്നു. പക്ഷെ ഒന്നിനും പറ്റാത്ത രീതിയിൽ ഏതാണ് എന്താണ് ഇന്നലത്തെ DC കങ്കെ ആ ഒരു രാജ്യത്തിനോട്, അതായത് ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ല ആ രാജ്യമൊന്നും, അവരായിട്ട് സമനില പിടിച്ച്. ബ്രസീലിന്റെ അവസ്ഥ എന്താണ്? മൊറോക്കനായിട്ട് സമനില പിടിച്ച്. പക്ഷെ ലയണൽ മെസ്സി ഹാട്രിക് അടിച്ചിട്ട് എന്താണ് മിറാസ്ലോ ക്ലോസേന്റെ റെക്കോർഡിന് ഒപ്പെത്തി 16 ഗോൾ അടിച്ചിട്ട്. ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പിൽ ഗോൾ അടിച്ച ആളിപ്പം മെസ്സിയാണ്. മനസ്സിലായോ? ഇപ്പൊ എംബാപ്പെ ഒക്കെ ഇനി അടിച്ചിട്ട് വേണം, പക്ഷെ അതിന് മുന്നേ ഞാൻ എന്തായാലും അടുത്ത മത്സരത്തില് ഹൈലെത്തും. അത് പിന്നെ ഭയങ്കര സാധ്യത ടീമാണ് ഇപ്രാവശ്യം. കാരണം ഒന്നാമത് കോൺഫിഡൻറ്റും കൂടി ഇതിന്റെ ഒരു ബേസ് ആണ്. ഇപ്പൊ ഓൾറെഡി കപ്പ് നമ്മളെ വീട്ടിലാണ് ഉള്ളത്, അത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല, ഇത് കൊടുക്കാൻ കൊണ്ടുവന്നിട്ടില്ല. കാരണം അത് കൊണ്ടുവരണ്ടാന്ന് പറഞ്ഞാണ്. കാരണം കൊണ്ടുവന്നാൽ അങ്ങോട്ട് തന്നെ കൊണ്ടുപോകണ്ട. അപ്പൊ ഇതിങ്ങനെ കൊണ്ടടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടോട് ഇപ്പൊ അവിടെ വെക്കാൻ പറഞ്ഞാണ്. സംഗതി നമ്മുടെ അടുത്താണല്ലോ. ആ ഒരു കോൺഫിഡൻറ്റ് അർജന്റീനക്ക് ഉണ്ട്. അതുകൊണ്ട് ഫൈനല് എന്തായാലും അർജന്റീന തൂക്കും, കപ്പടിക്കും. കപ്പടിക്കുന്നു. ശരിക്കും ഞാൻ നോക്കുന്നത് ഭയങ്കര ഫാഷൻ ഫോളോ ചെയ്യുന്ന പിള്ളേര് വന്ന പാട് ഇവരുടെ ജാക്കറ്റ് കണ്ട് ഞാൻ ഫാനായി. പോകുമ്പോ ആരാ എനിക്ക് ജാക്കറ്റ് തരണേ? ഗുഡ് ബോയ്. പിന്നെ എനിക്ക് നീയല്ലേ ആണോ? ശരിക്കും ഫാഷൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന പിള്ളേരാണോ? അത് നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണോ സ്റ്റൈൽ ചെയ്തൊക്കെ കൊണ്ടുപോകാൻ? ഇവിടെ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുമ്പോ വലിയ വൃത്തി മടിപ്പൊന്നും ഉണ്ടാവില്ല. അവിടെ കണ്ടല്ലേ പഠിക്കും. പുറത്തൊക്കെ പോകുമ്പോ നമ്മള് പരമാവധി, അതായത് നമുക്കൊന്നും ചെറുപ്പത്തില് കിട്ടാത്ത കുറെ സംഭവങ്ങളുണ്ട്. നല്ലൊരു ഡ്രസ്സ്, നല്ലൊരു ചെരുപ്പ്, നല്ലൊരു അതൊന്നും അങ്ങനത്തെ ഒരു ചിന്തയെ ഒരിക്കൽ അതെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ചിന്ത വരെ അവർക്ക് ചിന്തിക്കേണ്ട ആവശ്യം വരാറില്ല. അതിന് മുന്നേ നമ്മളത് നികത്താറുണ്ട്. ഈ പണ്ട് ഇവര് ഞാൻ പറയായിരുന്നേ, നമ്മള് ലൈഫ് ജീവിച്ചു വന്ന പോലെയല്ല ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളോ ഹെയർ സ്റ്റൈലോ ഒന്നും നമുക്ക് ഇന്നത്തെ കുട്ടികൾക്ക് ഭയങ്കര ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. പണ്ട് പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് പറയും കുറെ നടന്നിട്ടൊക്കെ സ്കൂളിൽ പോയി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് എന്ത് കഥ എപ്പോഴും ഇതേ പറയാനുള്ളൂ ചിന്തിക്കുമ്പോ, നിങ്ങൾ പാരന്റ്സ് ആയ സമയത്ത് കുട്ടികളുടെ എങ്ങനെയാ പഴയ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മളതായിട്ട് ശീലിക്കേണ്ട കുറെ കാര്യങ്ങള് ഇപ്പത്തെ ജനറേഷനെ മനസ്സിലാക്കി നിങ്ങളും പെരുമാറും. എങ്ങനെയാ കുട്ടികളെ അടുത്തറിയുന്നത് മനസ്സിലാക്കുന്നത്? ആസ് എ പാരന്റ്സ് എങ്ങനെയാ നിങ്ങള്? അതായത് നമ്മള് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ട്രെയിനിങ് കാര്യങ്ങളൊന്നും നമ്മളിവിടെ ചെയ്യുന്നില്ല. ഞങ്ങളിങ്ങനെ വളരുമ്പോ നമ്മളെ കൂട്ടത്തിൽ വളരുക എന്നുള്ളത്. അതായത് ഞങ്ങൾ ഒരിക്കലും ഞങ്ങളെ സങ്കട കഥകളൊന്നും ഞങ്ങൾ പറയാറില്ല. കഷ്ടപ്പാട് എന്താ ഇപ്പൊ നമ്മക്കൊക്കെ നമ്മളെ ബാപ്പൊക്കെ എന്താ ഇടക്കിടക്ക് ആ കല്ലുമുള്ളും കഥ ഇടക്ക് പറയാറുണ്ടായിരുന്നു. പക്ഷെ അത് ഇന്നൊരിക്കലും എന്ത് ചെയ്തിട്ടില്ല, അതൊരു സങ്കടത്തിലായിട്ടോ അല്ലെങ്കിൽ ഞാൻ ആ കഥയിലൂടെ നടന്നു പോയിട്ടില്ല. ആ കഥ കേട്ടിട്ട് എനിക്ക് ഒരിക്കലും സങ്കടം വന്നിട്ടില്ല. കാരണം നമ്മളായാലും വലിയ സങ്കടത്തിൽ നിൽക്കുമ്പോഴേക്കാരും ബാപ്പ ഈ ഒരു കഥയും കൂടി പറഞ്ഞ ആകെ സങ്കടമാക്കുക. അപ്പൊ ആ ഒരു കഥയ്ക്ക് ലാസ്റ്റ് കോമഡി ആയിട്ട് മാറാറാണ്. അതായത് ബാപ്പ ചിലപ്പോ ഭയങ്കര ഇമോഷൻ ഫീൽ ഇട്ടിട്ടൊക്കെ ഈ കാര്യം പറയണേ, നമ്മളൊക്കെ സ്കൂൾക്ക് പോയത് ഇത്ര കിലോമീറ്റർ നടന്നിട്ടാണ്, മറ്റേതാണ്. അന്നത്തെ കാലത്ത് അതായിരുന്നു നിവൃത്തി, അങ്ങനെയായിരുന്നു. അത് പോയി, അത് കഴിഞ്ഞ് ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇനിയിപ്പോ ഇപ്പത്തെ കുട്ടികൾക്ക് ഇപ്പോ ഇവിടുന്ന് ഈ റോട്ടിലേക്ക് നടക്കാൻ വരെ നമ്മൾ ബാഗ് പിടിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ്. ബസ്സിൽ കയറിയാൽ മതി, ബസ് വരാൻ വേണ്ടിട്ട് ഈ വീട്ടിൽ നിന്ന് അതുവരെ ബാഗ് പിടിക്കാൻ ചിലപ്പോ നമ്മള് ഞാനല്ല ഓള് പിടിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ അതിങ്ങനെ നടക്കാവില്ല. ഈ ഉപ്പ നിങ്ങളുടെ പഴയ കഥകളൊക്കെ പറയോ? ഉപ്പാന്റെ പഴയ കാലം, സ്കൂൾ ജീവിതം?
എന്നിട്ട് വാങ്ങി തരായിരുന്നില്ലോ. ഈ ഇന്റർവ്യൂവിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ഷിജിന് പ്രത്യേകിച്ച് ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യം വരില്ല. സന്തോഷായിരിക്കണം, കേട്ടാ മതി. മനസ്സിലാക്കിയാ മതി. ഷിജിന ഇങ്ങനെയാണ്, നമ്മളിതിലില്ല, നമ്മൾ കണ്ടാ മതി. ഈ ഇപ്പം നിങ്ങള് അനുഭവിച്ച കാര്യം ഒരിക്കലും കുട്ടികള് അനുഭവിക്കരുത്, അവർക്ക് ഇങ്ങനെ ഒരു ലൈഫ് ആയിരിക്കണം കൊടുക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കാറില്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് കാര്യം ലൈഫിൽ ഇവർ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹം, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു കാര്യം ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണില്ല എക്സ്പ്ലോർ ചെയ്യണം. അതെ, കൊച്ചുങ്ങളെ എക്സ്പ്ലോർ ചെയ്യണമെന്നോ? അതായത് ഇവർക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെയാണ്. ഞങ്ങളെ മെയിനായിട്ടുള്ളൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവരൊന്ന് ഓക്കെ ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒന്ന് പോയിട്ട് കറങ്ങണം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. ഒന്ന് വേൾഡ് ഞങ്ങൾക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. വിമാനത്തിൽ കയറപ്പോഴാണ് കൊണ്ടുപോയില്ലേ? ഇവരെ കൊണ്ടുപോയില്ല. എന്ത് പണിയൊക്കെ നിങ്ങൾ കാണിച്ചത്? അടുത്തിൽ കൊണ്ടുപോകും. ആ കുഞ്ഞു മനസ്സിനോട് വേദനിക്കില്ല. അടുത്ത പ്രാവശ്യം എല്ലാരും കൊണ്ടുപോകും. കൊണ്ടുപോവാ. നമ്മളൊക്കെ വിളിക്കണം കേട്ടോ ഫ്ലൈറ്റൊക്കെ പോകുമ്പോ. പേര് ഷിജിന. നമ്പർ തരാം. അന്യശ്രീകളെ നമ്പർ വാങ്ങരുത്. പിന്നെ ആരാണ് നമ്മള് ഇന്റർവ്യൂ എടുക്കാൻ ചോദിച്ചല്ലേ? എന്തിനാ എനിക്ക് നമ്പർ? വിളിച്ചിട്ട് എന്താ കാര്യം? ടിക്കറ്റ് പറഞ്ഞു കൊടുക്ക്. നമ്മള് ഫ്രണ്ട്സ് ആയില്ലേ? നമ്മള് വന്നപ്പോഴേ പരിചയപ്പെട്ടു. പെട്ടെന്ന് ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികള്, ഉപ്പാനെ പോലെ തന്നെ വന്ന് വർത്താനം പറയാനും പരിചയപ്പെടാനൊക്കെ ഒരു ഭയങ്കര താല്പര്യമാണ്. നല്ല കുട്ടികളാ, കറക്റ്റ് നല്ല പിള്ളേരെയാ കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മുഖങ്ങളിൽ ഒന്ന് ആരാണ്? ഇതുപോലെ ഇപ്പം നമ്മൾ വേൾഡ് കപ്പ് അടിക്കുന്ന പറഞ്ഞ പോലെ തന്നെ പണ്ട് പറഞ്ഞ പല കാര്യങ്ങളും സത്യാവുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് അൻഷിഫിക്ക? ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ മെയിൻ ആയിട്ട് നടക്കുന്ന ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന പോലെ നിങ്ങൾക്കും അറിയണ്ടാവും. അതല്ല തൊപ്പിയടാ, മരിച്ചിട്ടൊന്നുമില്ല. ഇല്ലടാ, ഇജ്ജ് തൊപ്പിന്റെ ഫാനല്ലേ? അല്ല പിന്നെ എന്ത് എനിക്കിഷ്ടല്ല? അതെന്താ? അറിയാപ്പോ കുട്ടികൾക്ക് വരെ അറിയാം. അതായത് ഇപ്പോഴുള്ള സംഭവം തൊപ്പിയുടെ ഈ ഒരു വിഷയം തന്നെ ആവുന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞങ്ങൾ അങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാലും ഇപ്പോ കുറേ ആളുകൾ റിയാക്ഷൻ വീഡിയോ ഇടുകയാണ്. തൊപ്പി അങ്ങനെയാണ്, തൊപ്പി ഇങ്ങനെയാണ്, തൊപ്പി ചെറിയ കുട്ടികളെ അതാണ് ഇതാണ്, ചെറിയ കുട്ടികളെ വഴി തെറ്റിക്കുന്നു, ലഹരി സപ്പോർട്ട് ചെയ്യുന്നു, അതുപോലെ എന്താ സ്ത്രീകളുടെ വിഷയത്തിൽ വീക്ക്നെസ് ഉള്ള ആളാണ്, മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ റിയാക്ഷൻ വീഡിയോയോട് പറയണേ. ഇതേ സംഭവം ഞാൻ കുറേ മുമ്പ് ഒരു വർഷം മുമ്പൊക്കെ അങ്ങനെ വായി തോരാതെ സംസാരിച്ചിനി. ഇവനെ ഒരിക്കൽ പിടിക്കപ്പെടുന്നുള്ളതും ഇവനെ ഫ്രോഡാണെന്നുള്ളതും അത്രയും ക്ലിയർലി ഞാൻ പറഞ്ഞതാണ്. അതായത് എനിക്ക് അത്രയും ഹെയ്റ്റ് വന്ന സമയം ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. തൊപ്പി ഫ്രോഡാണ്, തൊപ്പി എന്തായാലും ഒരിക്കൽ പിടിക്കപ്പെടും, അവൻ്റെ മുഖം മൂടിയ, അതായത് തൊപ്പി എന്നുള്ള ക്യാരക്ടറിന് നിഹാദ് എന്നുള്ള ഒരു ഫേക്ക് മാസ്ക് വെച്ചിട്ട് ഇറങ്ങിയതാണ് ഓനെ. ഓൻ്റെ ക്യാരക്ടറിൽ കുറേ ഓൻ്റെ ഡിസബിലിറ്റീസ് ഉണ്ട്. ഓൻ്റെ മെൻ്റൽ അങ്ങനത്തെ ഒരു മൈൻഡുള്ള ആളാണ് ഓന്. അതൊരിക്കലും നമുക്കത് ഒരു ഇതാക്കി എടുക്കാൻ കഴിയില്ല, മാറ്റിയെടുക്കാൻ പറ്റൂല, ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യാനേ പറ്റുള്ളൂ. അവൻ ഒരു സൈക്കോളജിക്കലി കുറേ വീക്ക്നെസ് ഉള്ള ആളാണ്. അവൻ്റെ ആ ഒരു കറക്റ്റ് സ്വഭാവമാണ് ഇപ്പോൾ ഹനാൻ ഷാൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അവൻ ആ വീട്ടിൽ വെച്ചിട്ട് ചെയ്ത സംഭവങ്ങളൊക്കെ. അതായത് അവൻ്റെ ആ ഒരു സൈക്കോളജിക്കൽ പ്രശ്നത്തെ എന്ത് ചെയ്യാണ്, ആ ഒരു പ്രശ്നം അവനക്ക് ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, അതിനൊരു സ്വകാര്യത കീപ്പ് ചെയ്യാതെ, അതായത് ഓൻ്റെ വീട്ടിലുള്ള ആ ഒരു പ്രായപൂർത്തിയാവാത്ത ചെക്കന്മാർ വരെ ഇല്ലേ,
ആ കുട്ടികളിലെ വീട്ടിൽ നിന്ന് ഒരു പരസ്യമായിട്ട് ഓൻ അങ്ങനത്തെ രീതിയിൽ ആ ഒരു സംഭവത്തെ കൊണ്ടുപോകാണ്. എന്താണ് പതുക്കെ പതുക്കെ ഇഞ്ചക്ട് ചെയ്യാണ് ഈ ഒരു സംഭവം. ഈ ഒരു ഇങ്ങനത്തെ ഇത്തരം ഒരു വീക്കായിട്ടുള്ളൊരു ലൈംഗികതയെ ഓൻ എന്ത് ചെയ്യാണ്, അത് പറഞ്ഞ് കൂടുതൽ മറ്റാളുകളിലേക്കും കൂടി അത് സ്പ്രെഡ് ചെയ്യിക്കുകയാണ്. അപ്പൊ അവർക്കും തന്നെ അങ്ങനത്തെ ഒരു രീതിയിലാവും അവരുടെ ഒരു മെന്റാലിറ്റി. പിന്നെ പതുക്കെ പതുക്കെ അത് ആസ്വദിക്കാനുള്ള ഒരു മെന്റാലിറ്റിക്ക് അവരും വരും.